ഞാൻ കണ്ടത് വെച്ച് ഏറ്റവും വൃത്തികെട്ട ഒരു ആപ്പിൾ ഈവൻ്റ് ആയിരുന്നു ഈ പ്രാവശ്യത്തെ. iPhone 16 ലൈനപ്പ് എന്ന് വെച്ചാൽ ഒരു തേങ്ങയും അതിലില്ല. വന്നത് ഒരു ക്യാമറ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ബട്ടൺ വന്നു. പിന്നെ 16 ബേസ് വേരിയൻ്റ്, ബേസും പ്ലസ് വേരിയൻ്റിനകത്തുള്ള ക്യാമറ ചെറുതായിട്ട് അലൈൻമെൻ്റ് ഒന്ന് മാറ്റി. അതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, ആ ഒരു ഡിസൈൻ എനിക്ക് ഇഷ്ടപ്പെട്ട്. ആൻഡ് ആ ഒരു മൊഡ്യൂളിലോട്ട് മാറ്റിയിട്ടുള്ളത് നമ്മുടെ സ്പെഷ്യൽ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് പറയുന്നത്. അത് കാണണമെങ്കിൽ നമ്മൾ 3-4 ലക്ഷം രൂപ എടുത്ത് വിഷൻ പ്രോ ഒക്കെ വാങ്ങിച്ച് വെച്ച് വീട്ടിൽ നിന്ന് കാണാം. മേ ബി അവർ ഈ പ്രാവശ്യം ഇത്രയും ഇന്നോവേഷൻസ് ഒന്നും ഇറക്കാത്തതും ഒരുപാട് കാര്യങ്ങൾ ഇറക്കാത്തതും മേ ബി അവർക്ക് അതിൻ്റെ സാച്ചുറേഷൻ പോയിന്റ് എത്തി, അവർക്കൊന്നും കണ്ടുപിടിക്കുകയില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. അവർക്ക് വേറെ അധികം കോമ്പറ്റീഷൻ ഇല്ല, അവർക്ക് അത്രയും നല്ല മാർക്കറ്റിംഗ് ഇപ്പോൾ കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ ഇനി ഫ്യൂച്ചറിൽ അല്ലെങ്കിൽ ഒരു iPhone 20 അല്ലെങ്കിൽ 18, 19 ഇറക്കാൻ വേണ്ടിയിട്ട് അവർ ഇന്നോവേഷൻസ് ഇപ്പം മേ ബി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും. ഇപ്പോഴേ ചാടി കയറി ഇറങ്ങിയിട്ട് അവർക്ക് അന്നത്തേക്ക് ഇറക്കാൻ ഇല്ലാത്ത വരത്തില്ലേ. ഇപ്പോൾ അവർക്ക് ഓൾറെഡി നല്ല രീതിയിൽ തന്നെ പോവാണ്. സോ അവർക്ക് ഇപ്പോൾ ഇറക്കേണ്ട ആവശ്യമില്ല. ഇതിനൊരു താഴ്ച വരുമ്പോൾ മാത്രം ഈ സാധനം ഇട്ട് കൊടുത്താൽ അവർ പിന്നെ കയറി പൊക്കോളും. ചിലപ്പം ഇതായിരിക്കും ചിലപ്പോൾ അവരുടെ മൈൻഡ് ഉണ്ടാവുക, നമുക്കറിയത്തില്ല. പറയാൻ പറ്റുന്നത് ആപ്പിളൊക്കെ എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ചിന്തിക്കുന്ന ഒരു ബ്രാൻഡ് ആയതുകൊണ്ട് തന്നെ ഇങ്ങനെയും കൂടെ ഒരു സൈഡ് കാണാമെന്ന് നമുക്ക് വിശ്വസിച്ചിരിക്കാം. നമ്മുടെ CMFൻ്റെ ഫോണിനായിട്ടൊക്കെ ഒരു സാദൃശ്യം വരുന്ന ക്യാമറ മൊഡ്യൂളായിട്ടൊക്കെയാണ് ഇറക്കിയിരിക്കുന്നത്. റൂമേഴ്സ് ഇറങ്ങിയിട്ടുള്ള എല്ലാ സാധനവും അതേപോലെ തന്നെ വന്നിട്ടുണ്ട്. അധികത്ത് പ്രത്യേകിച്ചൊന്നും ഇറങ്ങിയിട്ടുമില്ല. എന്തായാലും 15 എടുക്കാതെ 16 എടുക്കുക എന്നുള്ളതിൻ്റെ ഏക ഉദ്ദേശം മറ്റേ AI ഫീച്ചർ മാത്രമാണ്. 15 പ്ലസ് സീരീസിൽ AI സപ്പോർട്ട് ഹാൻഡിൽ ചെയ്യാനുള്ള പ്രോസസ്സിന് അത്രയും കേപ്പബിലിറ്റി ഇല്ല. 15 Pro ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അത് ഇച്ചിരി വെയിറ്റ് കൂടി സാധനം ആണെന്നൊക്കെ തോന്നുന്നവർക്ക് 16 എടുക്കാം. ഇനി റിയൽ ലൈഫിൽ നമ്മുടെ കയ്യിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് എന്തൊക്കെ കൂടുതൽ സംഭവങ്ങൾ പ്രാക്ടിക്കബിളി നമുക്ക് യൂസ്ഫുൾ ആവുമെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. ഇപ്പോഴും 60 Hz, അതും ഓൾവേസ് ഓൺ ഡിസ്പ്ലേ പ്രോ വേരിയന്റിന് മാത്രം. A16 ചിപ്പിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് A18 ചിപ്പിലേക്ക് ചാടി. പിന്നെ നമ്മുടെ എയർപോർട്ടിൽ എൻ്റെ പ്രോ വേരിയന്റിൽ ഹിയറിംഗ് ബഡ് ആയിട്ടും കൂടി ഉപയോഗിക്കാൻ പറ്റും. അത് പ്രാക്ടിക്കബിളി എത്രത്തോളം അത് യൂസ്ഫുൾ ആവുമെന്ന് അറിയില്ല, കാരണം ചാർജൊക്കെ മറ്റേതിൻ്റെ അത്ര നിൽക്കുമെന്ന് അറിയില്ല. അത് ഇയറിംഗ് പ്രോബ്ലം ഒക്കെ ഉള്ളവർക്ക് കറക്റ്റായിട്ട് യൂസ് ചെയ്ത് അതിൻ്റെ കറക്റ്റ് യൂസർ വ്യൂ വന്നാലേ അത് എത്രത്തോളം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചറാണെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. ആൻഡ് എയർപോർട്ട് തന്നെ 2 വേരിയൻ്റാണ് ഇറക്കുന്നത്. ഒന്ന് നോയ്സ് ക്യാൻസലേഷൻ ഉള്ളത്, ഒന്ന് നോയ്സ് ക്യാൻസലേഷൻ ഇല്ലാത്തതും. നോയ്സ് ക്യാൻസലേഷൻ ഉള്ളതിന് വില കൂടുതലും, ഇല്ലാത്തതിന് വില കുറവും. ഇപ്പോൾ നമുക്ക് വീഡിയോ 4K 120 FPS സിനിമാറ്റിക്കിൽ എടുക്കാൻ പറ്റും. സ്ലോ മോഷനാണ്. ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഇട്ടപ്പോൾ ആരോ ഞാൻ വീഡിയോ എന്നാണ് പറഞ്ഞത്, സ്ലോ മോഷൻ ആണെന്ന് എന്തൊക്കെ പറയുന്നതായിട്ട്. സോ സ്ലോ മോഷനിൽ എടുക്കാൻ പറ്റും വീഡിയോ. പിന്നെ എന്തായാലും ആവട്ടെ, പിന്നെ വന്ന് തള്ളി മറിച്ചതല്ല ഈ WWDCയിൽ iOS 18 ഫീച്ചേഴ്സ് പറഞ്ഞല്ലേ ഇടയ്ക്ക് മുറയ്ക്കുമായിട്ട് പറഞ്ഞ് 1.5 മണിക്കൂർ അതും പറഞ്ഞുകൊണ്ടങ്ങ് ഇരിക്കുക. കേട്ട് എല്ലാം ഈ പുതിയ 16 ഫീച്ചറായിട്ടാണ് പറയുന്നത്. പിന്നെ അവരുടെ വാച്ച് ഇറക്കിയതിൽ വേറൊന്നും എനിക്ക് കാര്യമായിട്ട് തോന്നിയില്ല. പക്ഷെ അവരുടെ പുതിയൊരു ലോക്കിംഗ് സിസ്റ്റം ഉണ്ട്. അവരുടെ നൈക്കിയായിട്ട് കൊളാബറേഷൻ ചെയ്ത് പുതിയ വാച്ചിൻ്റെ ബാൻഡൊക്കെ ഇറക്കുന്നുണ്ട്. അതൊക്കെ നൈസ് സാധനം കേട്ടോ. ആ ലോക്കിംഗ് സിസ്റ്റം ആയാലും ബാൻഡ് ആയാലും നൈസ് സാധനം. സ്ട്രാപ്പാണ് ഉദ്ദേശിച്ചത്. പിന്നെ പറയാനുള്ളത് iOS 18 അപ്ഡേഷൻ എല്ലാവർക്കും സെപ്റ്റംബർ 16 10 തൊട്ടുള്ള എന്തൊക്കെയോ സീരീസ് തൊട്ട് നമ്മുടെ ലേറ്റസ്റ്റ് ഏതാണോ അതുവരെയുള്ള എല്ലാ സാധനത്തിലും ഒരേ ദിവസം അപ്ഡേഷൻ കിട്ടും. പിന്നെ നമുക്കൊന്നുമില്ല, നമ്മൾ 14 ഉപയോഗിക്കുന്നത്. നമ്മുടെ 14 നമുക്ക് AI ഇല്ലാത്ത ഇല്ല ഒന്നുമില്ല. ഇതിനാണെന്ന്. പിന്നെ നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് സൗണ്ടൊക്കെ ഏത് രീതിയിലോട്ട് നോയ്സ് ക്യാൻസലേഷൻ ചെയ്യണം, ഏത് രീതിയിൽ മാറണം എന്നുള്ള ഒരു പ്രത്യേക രീതിയിലാണ് നോയ്സ് ക്യാൻസലേഷനും കാര്യങ്ങളെല്ലാം നടക്കുന്നത്. നമ്മൾ സിനിമാറ്റിക് രീതിയിലാണോ അതോ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ബാലൻസ് ചെയ്ത് നമ്മുടെ സൗണ്ടിന് കുറച്ച് സ്ട്രെങ്ത്, വോക്കൽസൊക്കെ ക്ലിയർ ആക്കി സ്റ്റിൽ എൻവയോൺമെൻറ്റൽ നോയ്സ് അവിടെ വെച്ചിട്ട് നമ്മുടെ വോക്കൽസ് കുറച്ചുകൂടെ ക്ലാരിറ്റി രീതിയിലാക്കി സിനിമാറ്റിക് ലെവൽ വളരെ നാച്ചുറാലിറ്റി ഉള്ള രീതിയിൽ വേണോ അതോ സൗണ്ട് മാത്രം മതിയോ, അങ്ങനെയൊക്കെ നമുക്ക് കസ്റ്റമൈസ് അല്ല, നമുക്ക് 2-3 ഓപ്ഷൻസ് ഉണ്ട്. അതിനകത്ത് വെച്ച് സെലക്ട് ചെയ്യാൻ പറ്റും. ആപ്പിൾ ഡസ് ബെറ്റർ എന്നാണല്ലോ കണ്ടറിയാൻ യൂസ് ചെയ്ത് നോക്കിയിട്ട്. പിന്നെ ഒരു കിടുക്കിട ഇച്ചിരി സാധനം കണ്ട് നമുക്ക് ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ബ്രൈറ്റ്നസ്, ഹൈലൈറ്റ് അങ്ങനെയുള്ള ചെറിയ കൺട്രോൾസ് മാത്രമേ ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പം നമുക്ക് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്ക് അതിനകത്ത് എന്തൊക്കെ ടോണ് വേണം എന്നൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കിടിലം ഫോട്ടോ കുറച്ചുകൂടെ സിനിമാറ്റിക്കും കുറച്ചുകൂടെ ഇൻബിൽട്ട് ആയിട്ട് തന്നെ കുറച്ചുകൂടെ സെറ്റപ്പ് ആക്കി എടുക്കാൻ പറ്റും. പിന്നെ ഭയങ്കര ഒരു കോമഡി കാണിച്ചതെന്ന് വെച്ചാൽ ഇവർ ആ ഒരു ഈവെൻറ്റിൽ ഒരു ഡീഫോൾട്ട് ക്യാമറ അല്ല, നിങ്ങൾക്ക് വേറൊരു ക്യാമറ പേര് ഞാൻ പറഞ്ഞു, വേറൊരു ക്യാമറ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ കസ്റ്റമൈസ് ചെയ്ത് അടിപൊളി വീഡിയോ എടുക്കാമെന്ന്. എനിക്ക് ചിരി വന്നു. അവർക്ക് ഈ ഒരു നോർമൽ ഡിഫോൾട്ട് ക്യാമറ കൊണ്ട് പറ്റത്തില്ലെന്ന്. അവർ അതിനകത്തൂടെ ഇൻഡയറക്റ്റ്ലി പറയും പറ്റത്തില്ല, നിങ്ങൾ വേറെ ക്യാമറ ഇൻസ്റ്റാൾ ചെയ്ത് അതിൽ നിന്ന് വീഡിയോ എടുത്തോളാൻ. എന്തൊക്കെയാണ് അവരങ്ങ് വിളിച്ച് കൂവാങ്ങ്, എന്താ ചെയ്യാനാന്ന് പറയാം. കിനോ ആപ്പ് അങ്ങനെ എന്തോന്ന് പറഞ്ഞാൽ ഞാൻ നോക്കിയിട്ടില്ല, നോക്കണം. പിന്നെ ഇപ്പോഴും 16
2.0 USB ആണ് തരുന്നത്. ടൈപ്പ് സി ആണ്. പിന്നെ പ്രോ വേരിയൻ്റ് മാത്രം 3.0. അയ്യോ 4.1 തരാൻ വയ്യ. ഇറങ്ങിയതൊന്നും അറിഞ്ഞില്ലെന്ന് തോന്നുന്നു. പിന്നെ ഇടയ്ക്ക് വെച്ചൊരു ചെറുതായിട്ട് 2 സെക്കൻഡ് ഒരു വാചകം പറഞ്ഞ് PC കാട്ടിയൊക്കെ പവർഫുള്ളാണ്. This CPU is faster than all the competition, challenging even high-end desktop PCs. ചങ്ക് പൊട്ടിക്കാണും ഇന്ത്യയിലും AMD ഒക്കെ. പിന്നെ കൂടുതൽ വീഡിയോസ് വരും, ഉറപ്പായിട്ടും വരും ഇതിനെക്കുറിച്ച് റിലേറ്റഡ് ആയിട്ടുള്ള. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറയാം, എന്തെങ്കിലുമൊക്കെ കാണും. ആ വീഡിയോ കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ ക്ലിബ്രോ സൈനിങ് ഔട്ട്.